നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതൊക്കെ എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഭാഗമായിരുന്നു. നമ്മുടെ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം എങ്ങനെ ഒരു കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിലേക്ക് വളർന്നു എന്നുള്ളതിൻ്റെ ഓരോ മെഷീൻസും അത് കണ്ടുപിടിച്ചതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇതിലും അങ്ങനെ തന്നെയാണ്. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ലാപ്ടോപ്പ് പോലെയുള്ള സിസ്റ്റത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കൊരു 5th ജനറേഷൻ വരെയാണ് പറയണത്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അത് 1940 to 1956 വരെയാണ്. പിന്നെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് അത് 1956 മുതൽ 1963 വരെ. നെക്സ്റ്റ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് അത് 1964 മുതൽ 1971 വരെ. പിന്നെ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് അത് 1971 പിന്നെ പ്രസൻറ്റിലുള്ളതും. പിന്നെ 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് അത് ഇനി വരാൻ പോകുന്ന കമ്പ്യൂട്ടേഴ്സിനൊക്കെയാണ് 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അല്ല, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ പറയുന്നത് ഇയർ പറയുന്നത് 1940 മുതൽ 1956 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടേഴ്സിനെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ വലിയ സൈസിലായിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. ഒരു ലാർജ് റൂം തന്നെ ഒരു കമ്പ്യൂട്ടറിനെ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് വേണം. പിന്നെ അന്നത്തെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ബിൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത് വാക്വം ട്യൂബ്സാണ്. അത് നല്ല അത്യാവശ്യം വണ്ണമുള്ള ട്യൂബുകളാണ്. ഇത് വെച്ചിട്ടാണ് അന്നത്തെ കമ്പ്യൂട്ടേഴ്സൊക്കെ ബിൽഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഴ്സിന് വലിയ സൈസായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് എയർ കണ്ടീഷണേഴ്സും അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. ഹൈ പവർ സപ്ലൈ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഉണ്ടായി. അതിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് സ്ട്രക്ചർ അവിടെ നിന്നാണ് ബിൽഡ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിന് ഒരു ഇൻപുട്ട് യൂണിറ്റും പിന്നെ ഒരു സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റും പിന്നെ ഒരു മെമ്മറി യൂണിറ്റും പിന്നെ ഒരു ഔട്ട്പുട്ട് യൂണിറ്റാണുള്ളത്. അങ്ങനെ 4 യൂണിറ്റുകളുണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് അതായത് നമ്മുടെ CPU, പിന്നെ മെമ്മറി യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും. അതിൽ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ് നമ്മൾ ഓരോ ഡാറ്റാസ് നമ്മൾ കമ്പ്യൂട്ടേഴ്സിലേക്ക് ഫീഡ് ചെയ്ത് കയറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പഞ്ച്ഡ് കാർഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നു. അതിനെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെമ്മറി യൂണിറ്റ്. പിന്നെ അവിടെ നിന്ന് ഡാറ്റാസൊക്കെ എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ്, നമ്മുടെ CPU എന്ന് പറയുന്നൊരു ഭാഗം. ആ CPUവിൻ്റെ അകത്ത് തന്നെ കൺട്രോൾ യൂണിറ്റും ഉണ്ട്, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റും ഉണ്ട്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ വർക്ക് ഫ്ലോ, അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിങ്ങിനെ ഷെഡ്യൂൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ALU അതായത് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗവും. ഈ 2 ഭാഗങ്ങളാണ് CPUവിനകത്തുള്ളത്. പിന്നെ CPU ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനെയും മെമ്മറി യൂണിറ്റിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ഉള്ളത്. അപ്പോൾ ഈ രീതിക്കാണ് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാലഘട്ടം 1956 മുതൽ 1963 വരെയാണ്. അതിൽ അന്നത്തെ കാലത്തെ കമ്പ്യൂട്ടേഴ്സ്, അതായത് ഫസ്റ്റ് ജനറേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വലിയ സൈസായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലേക്ക് വന്നപ്പോഴേക്കും ഈ വാക്വം ട്യൂബ്സിനെ മാറ്റി ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടേഴ്സൊക്കെ ബിൽഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടേഴ്സിനേക്കാളും കുറച്ചുകൂടി വലുപ്പം കുറഞ്ഞു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലേക്ക് വന്നപ്പോഴേക്കും. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സാണ് ഒന്നാമത്തെ കാര്യം. ട്രാൻസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്തിരുന്നത്. ഈ ട്രാൻസിസ്റ്റേഴ്സ് വന്നപ്പോൾ തന്നെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് കുറച്ചുകൂടി സ്മോളറായി, കുറച്ചുകൂടി ചെറുതായി, പിന്നെ പവർഫുള്ളായി, ഫാസ്റ്ററായി, ഇത്രയും കാര്യങ്ങളായി. പിന്നെ നമുക്ക് കുറച്ച് ഇലക്ട്രിസിറ്റി നമുക്ക് കൊടുക്കേണ്ടതായിട്ട്
കുറവായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ എമിറ്റ് ചെയ്യുന്ന ഹീറ്റ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ടും കുറഞ്ഞു. അതുപോലെ തന്നെ ലെസ് എക്സ്പെൻസീവുമായി, അധികം എന്താ പറയുക, അതിനുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കുറഞ്ഞു വന്നു. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ. പിന്നെ ഇതിൽ തന്നെ മെമ്മറി സ്റ്റോറേജ്, അതായത് സെക്കൻഡറി സ്റ്റോറേജ് എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റമൊക്കെ വന്നു തുടങ്ങി സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴേക്കും. നെക്സ്റ്റ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാലഘട്ടം പറയുന്നത് 1964 മുതൽ 1971 വരെയാണ്. അപ്പോൾ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലെ കാര്യം നമുക്കറിയാം എങ്ങനെയായിരിക്കുന്നത്. കാരണം ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും കമ്പയർ ചെയ്തപ്പോൾ തന്നെ കമ്പ്യൂട്ടേഴ്സിന് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ തേർഡ് ജനറേഷനിലേക്ക് വന്നപ്പോഴേക്കും എന്താണ്, ശരിക്കും കമ്പ്യൂട്ടേഴ്സിന് കുറച്ചും കൂടി പെർഫോമൻസ് ഹൈ ആയിട്ടുണ്ടാവണം. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വന്നപ്പോഴേക്കും IC ചിപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടേഴ്സിനെ ബിൽഡ് ചെയ്തിരുന്നത്. IC ചിപ്പ് എന്ന് പറയുന്നത് കുഞ്ഞൊരു ചിപ്പാണ്. അപ്പോൾ ആ ഒരു ചിപ്പിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് IC വെച്ചിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ജനറേഷനിൽ വന്നു തുടങ്ങി. പിന്നെ ട്രാൻസിസ്റ്റേഴ്സിനെ മാറ്റി IC യൂസ് ചെയ്തതോടുകൂടി തന്നെ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ സ്പീഡും എഫിഷ്യൻസിയും ഒക്കെ നല്ല രീതിക്ക് കൂടി. അതുപോലെ തന്നെ സൈസ് നന്നായിട്ട് റെഡ്യൂസായി. അതുപോലെ മെമ്മറി സ്പേസും അതുപോലെ തന്നെ മെമ്മറി സ്റ്റോറേജിനൊക്കെ ലാർജ് കപ്പാസിറ്റിയൊക്കെ വന്നു തുടങ്ങി. പിന്നെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ കീബോർഡും മോണിറ്റേഴ്സും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ കീബോർഡും മോണിറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ കമ്പ്യൂട്ടേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്തു തുടങ്ങി. അതൊക്കെയാണ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ 1971 മുതലേ ഉള്ള കമ്പ്യൂട്ടേഴ്സിനെ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫോർത്തിലേക്ക് വന്നപ്പോഴേക്കും നമ്മളുടെ കമ്പ്യൂട്ടേഴ്സ് വളരെ ചെറുതായി, അതായത് വലിയ ബൾക്കി ആയിട്ട് ഇരുന്നിരുന്ന കമ്പ്യൂട്ടേഴ്സൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലാപ്ടോപ്പുകളായിട്ട് മാറി. അപ്പോൾ ലാപ്ടോപ്പുകളായിട്ട് മാറിയപ്പോൾ അതിനുള്ള ഗുണം എന്ന് പറയുന്നത് പെർഫോമൻസ് ഹൈ ആയി, പിന്നെ സൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു, അതുപോലെ തന്നെ ആക്സസിങ് സ്പീഡ് കൂടി, പ്രോസസ്സിങ് സ്പീഡ് കൂടി, ഫാസ്റ്ററായി. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനുണ്ട്. പിന്നെ പണ്ട് വലിയൊരു റൂമിൽ നമുക്ക് ഒരു കമ്പ്യൂട്ടേഴ്സിനെ വെക്കണമായിരുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിക്ക് നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ മാറ്റാനായിട്ട് സാധിച്ചു. പിന്നെ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറി. അതായത് മുൻപൊക്കെ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമിങ് കോഡും കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് മാത്രമേ കമ്പ്യൂട്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയിരുന്നുള്ളൂ. ഫോർത്ത് ജനറേഷൻ ആയപ്പോഴേക്കും അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആയി. അതോടുകൂടി പേഴ്സണൽ ആവശ്യങ്ങളുമൊക്കെ ആയിട്ട് ആൾക്കാർ കമ്പ്യൂട്ടേഴ്സ് മേടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതാണ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്. പിന്നെ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടർ, അതിനി ഫ്യൂച്ചറിൽ വരുന്നതാണ്. അതായത് AI ബേസ് ചെയ്തിട്ടുള്ള, എല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സാണ് ഇനി നമ്മളുടെ ഫ്യൂച്ചർ കമ്പ്യൂട്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിന് നമ്മളുടെ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് നമ്മളുടെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് തിയറി ഓഫ് കമ്പ്യൂട്ടിങ്. തിയറി ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ പറയുന്നത് ട്യൂറിംഗ് മെഷീനെ പറ്റിയിട്ടാണ്. അതായത് അലൻ M. ട്യൂറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ഒരു ഡിവൈസ് കണ്ടുപിടിക്കുകയാണ്. അതിനൊരു പേരും ഇട്ടു, ട്യൂറിംഗ് മെഷീൻ. ഇനി ട്യൂറിംഗ് മെഷീനെ പറ്റി പറയുമ്പോൾ ട്യൂറിംഗ് മെഷീനെ ഒരു ഐഡിയൽ മോഡൽ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഡിവൈസാണ് ട്യൂറിംഗ് മെഷീൻ. ട്യൂറിംഗ് മെഷീനിൽ വലിയൊരു ടേപ്പാണുള്ളത്. വലിയൊരു ടേപ്പും അതിൽ കുറേ ഇങ്ങനെ ബ്ലാങ്ക് സ്പേസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലാങ്ക് സ്പേസിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അത് 0ഉം 1ഉം മാത്രമുള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം ഇപ്പോഴത്തെ ആയാലും നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന ഭാഷ ആയിട്ടല്ല.
അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് 0ഉം 1ഉം മാത്രമുള്ള ഒരു ലാംഗ്വേജാണ്. അതിനെ മെഷീൻ ലാംഗ്വേജ് എന്നാണ് പറയുക. അപ്പോൾ ആ മെഷീൻ ലാംഗ്വേജ് മാത്രമാണ് കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഭാഷേനെ അവിടെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കമ്പ്യൂട്ടറിനകത്ത് മനസ്സിലാവുന്നതും നമുക്ക് തിരിച്ച് റെസ്പോൺസ് തരുന്നതൊക്കെ. അപ്പോൾ ആ ഒരു രീതി മുൻപേ തന്നെ അലൻ ട്യൂറിനാണ് കൊണ്ടുവന്നത്. അതായത് ഈ മെഷീൻ ലാംഗ്വേജ് വെച്ചിട്ട് ഒരു വലിയ ഒരു ടേപ്പ് യൂസ് ചെയ്ത് അതിലേക്ക് പഞ്ച് ചെയ്ത്, അതായത് 0, 1 പഞ്ച് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു ഡിവൈസ് അലൻ എം ട്യൂറിംഗ് കണ്ടുപിടിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഐഡിയൽ മോഡൽ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് ഉള്ളൊരു ടാഗ് ഈ ട്യൂറിംഗ് മെഷീന് കിട്ടിയത്.